ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന അടിമാലി എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടം. അതായത് അടിമാലി ടൗണിൽ വരുന്ന മൂന്നാർ യാത്രികർ ഏത് ഡയറക്ഷനിലോട്ട് യാത്ര ചെയ്യുന്നവർ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെള്ളച്ചാട്ടം. അത് അടിമാലിയുടെ തന്നെ ഒരു ഐക്കണാണ്. ആ വെള്ളച്ചാട്ടത്തിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് പിള്ളേരെ കണ്ടു, അവരുമായിട്ട് വർത്തമാനം പറഞ്ഞു. ഇവിടെ അധികം ആൾക്കാർ ഇങ്ങോട്ട് കയറി വരാനോ ടൗണിൽ പോകുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ വലിയ ഹൈറ്റിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് ടൗണിൽ നിന്ന് തന്നെ കാണാനുള്ളത്. ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ മേലിലോട്ട് പല സെറ്റ് മലയിലും പല ലെവലിലുള്ള വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ശക്തമായ ഫ്ലോ ഉണ്ടാകുന്നതാണ്. വെള്ളപ്പൊക്ക കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായി ഒഴുക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റിയാലത്താണ്. അപ്രതീക്ഷിതമായിട്ട് വെള്ളം കൂടി വരാനും കുറഞ്ഞു വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതാണ് കാഴ്ചകൾ. അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. ഇസ്മി അജയ്. ഫോളോ മൈ ചാനൽ എക്സ്പ്ലോർ ആൻഡ് എലിവേറ്റ് ബൈ അജയ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ഇതാണ് അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഏരിയ. അങ്ങ് മേളിൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ വഴിയാണ് പോകുന്നത്. ഹായ് ഗൈസ്, നമ്മളിപ്പം ഒരു ഇടുങ്ങിയ വഴി കൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൂടെ ഉള്ള ചെറിയ വീടുകളുടെ ഒരു ഏരിയ. വഴിക്ക് സൈഡും വീടുകൾ. അവിടെ ചെറിയ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. ഈ വഴി കൂടെ കയറി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് താന്നാണ് താഴെ പിള്ളേർ സെറ്റ് പറഞ്ഞ അപ്പുറത്തൂടെ പോകാനൊരു വഴിയുണ്ട്. കാഴ്ചകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വഴി കൂടെ യാത്ര ചെയ്യുന്നത്. ഇതാണ് അടിമാലി ടൗണിൻ്റെ സെൻട്രൽ ഓഫ് ഓഷനിലെ മുഴുവൻ ഏരിയ നമുക്ക് കവർ ചെയ്ത് ഈ സ്പോട്ടിൽ നിന്ന് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. താഴെ നിന്ന് നോക്കുമ്പം ഏരിയ അത്ര വ്യക്തമല്ല. ഇതിന് ഞാൻ നന്നായിട്ട് കഥയ്ക്കുന്നു. ആ ഭാഗം അതൊരു മലയാണ്. അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു തട്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ. ഇവിടെ വരെ കയറി വരെ ഈ നാട്ടുകാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. മേളിൽ അവിടെ ഒരു സ്ഥലമുണ്ട്, തലമാലി. താഴെ അടിമാലി. ഇവിടെ റിച്ച് വാട്ടർ ഫ്ലോ ആണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് അളവ് വളരെ കൂടുതലാണ്. ഹായ് ഗൈസ്, നമ്മൾ അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളിലോട്ട് പോയി ഇവിടെ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റിയാത്തതാണ്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ലാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ വോളിയുണ്ട്. ഹൈ വോളിയത്തിലാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത്. ഇവിടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത്, കാരണം ചെങ്കുത്തായ ഇറക്കമാണ്. ആണ് അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഇടയ്ക്ക് മഴ തൂളി ഒക്കെ ഇരിക്കുന്നു. വളരെ ചെങ്കുത്തായ ഒരു ചെരിവാണ്. ഇവിടെ വളരെ ഉയർന്ന ഒഴുക്കാണ്. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നു. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് ദൂരെ കണ്ടോ ആ മല, അവിടെ വരെ ഞങ്ങൾ പണ്ട് കയറിയിട്ടുള്ളത്, ഞാനും എൻ്റെ ഒരു കസിനും കൂടെ. ഇത് നല്ല ഒഴുക്കാണ്. ഇവിടെ നല്ല വോളിയത്തിലാണ് വെള്ളം വരുന്നത്. മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ലെവല് വളരെ പെട്ടെന്ന് ഹൈ ആവും. ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. ഇവിടെ ചെറിയ മുളയും ഈച്ചയുടെ കൂടെ കാടുണ്ട്. ആ കാണുന്നതാണ് അടിമാലി ടൗൺ. ആ ടൗണിൽ നിന്ന് കാണുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഈ പോയിൻ്റാണ് കാണുന്നത്. അവിടുത്തെ ഈ ദൂരെയുള്ള പള്ളിയും മറ്റു കാര്യങ്ങളും കാണാം. 2 പള്ളി ഇവിടെ നിന്ന് കാണാം. ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന അടിമാലി കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ നമുക്ക് റോഡ് മാർഗം എത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. ഇതിൻ്റെ മേളിലും നീരൊഴുക്കുണ്ട്. പക്ഷേ നമുക്ക് അതിലൂടെ വാഹനം കൊണ്ട് അധികം ചെല്ലാൻ പറ്റത്തില്ല. ഇവിടെ നല്ലൊരു ഓട്ടോറിക്ഷ എനിക്ക് ലിഫ്റ്റ് തന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് എത്തിയത്. ഈ വഴി വളരെ ഇടുങ്ങിയ വഴിയാണ്. ആരെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ കയറി വരുവാണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്ത് മാത്രമേ വരാവുള്ളൂ. അവിടെ താഴെ ഒരു അടുപ്പിച്ച് 2 ഹെയർ പിൻ പോലത്തെ ഒരു സിക്സാക്ക് പോയിൻ്റ് ഉണ്ട്. അത് നല്ല ഹെയർ പിന്ന് പോലെ തന്നെയാണ്. അതിലൂടെ വണ്ടി സ്ലിപ്പ് ആകാനേ എല്ലാ ചാൻസും ഉണ്ട്. വളരെ ചെങ്കുത്തായിട്ടുള്ള ഏരിയ. ഇവിടെ ചെങ്കുത്തായ ഏരിയയിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കാഴ്ചയും നമുക്ക് കിട്ടുന്ന ഏരിയൽ വ്യൂ ആണ്. ഇതാണ്
അടിമാലി ഇന്ന് തലമാലി പോകുന്ന വഴി നമ്മൾ ഏകദേശം തലമാലി ഏരിയയിലായി എന്ന് തോന്നുന്നു. ഇതാണ് കാണുന്നതാണ് താഴെ കാണുന്ന അടിമാലി ടൗൺ. നമുക്ക് അടിമാലി ടൗണിൻ്റെ മെയിൻ ഭാഗത്തിൻ്റെ മുഴുവൻ വ്യൂ ഇവിടെ നിന്ന് കാണാം. ഇവിടെ മഞ്ഞ് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിസിബിലിറ്റി കുറവുള്ളത്. ആ കാണുന്ന പാറ ഇടുക്കി കൂടെയാണ് വെള്ളം ഒഴുകുന്നത്. വെള്ളം ശക്തമായി തന്നെ ഒഴുകുന്നത്. ഇപ്പം വന്നും പോയി നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ വെള്ളത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ ഈ റോഡൊക്കെ ആയിരിക്കും. ഇതെന്തോ ഇവിടെ കയറി വരുന്നത് എന്തായാലും ഒരിക്കലും ഒരു നഷ്ടമായിരിക്കത്തില്ല. നല്ല കാഴ്ച, തണുപ്പ് ആസ്വദിക്കാം, മഞ്ഞ് കാണാം, ഡ്രിസ്ലിംഗ് ഉണ്ടാവും, മിസ്റ്റ് ഉണ്ടാവും. ആ കാണുന്ന ചെറിയ ബ്ലാക്ക് ലൈൻ ആണ് അടിമാലി ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് കല്ലാർകുട്ടി റോഡ് മന്നാങ്ക. ഇതാണ് പാറ ഇടുക്കി കൂടെയൊക്കെ പലർത്തായിട്ടുള്ള ചെറുതല്ലാത്ത നീർച്ചാലുകൾ. ഈ പാറ ഇടുക്കുന്നുണ്ടോ? ഇതാണ് തലമാലി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ കാട് വൃക്ഷങ്ങൾ, നല്ല ഹൈറ്റുള്ള വൃക്ഷങ്ങളുണ്ട്, വണ്ണമുള്ള വൃക്ഷങ്ങളുണ്ട്. കാഴ്ചകൾ ആസ്വദിക്കുക. നല്ല മഴയാണ്. എൻ്റെ മേല് വെള്ളം അടിച്ചിട്ട് വെള്ളച്ചാറ്റിലടിച്ചിരിക്കുകയാണ്. താഴെ കാണുന്നതാണ് അടിമാലി ടൗൺ കാഴ്ചകൾ. മോശമല്ലാത്ത വോളിയത്തിൽ വെള്ളമുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് പോർഷൻ. അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെയൊക്കെ ഹോം സ്റ്റേസും മറ്റു കാര്യങ്ങളുമായിട്ടുണ്ട്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്ര ഒരു ഏരിയ ചെയ്യുന്ന. ഏരിയൽ വ്യൂ, മിസ്റ്റ്, തണുപ്പുണ്ടാവും, ഡ്രിസ്ലിംഗ് ഉണ്ടാവും. പ്രകൃതിയുടെ ഡീപ്പിലോട്ടുള്ള ഇറങ്ങിയുള്ള കാഴ്ചകൾ ആസ്വദിക്കുക, അവിടെ സ്റ്റേ ചെയ്യുക. ആ സ്റ്റേ എന്നത് മറ്റൊരു വലിയ അനുഭൂതിയാണ്. വരിക, ആസ്വദിക്കുക. ഇതാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഇതാണ് അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത്. ആ കാണുമ്പോൾ അടിമാലി ടൗൺ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. അവിടെ കാണുന്ന ആ ഭാഗം ഇവിടുത്തെ മലയുടെ വളരെയുള്ള സ്റ്റീപ്പ് 90 ഡിഗ്രി അടുത്ത് വരുന്ന കട്ടിങ്, ഇവിടെ വനമേഖല, ടൗൺ, ഇത്തരം കാഴ്ചകളിലോട്ട് ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ്. ഞാൻ അധികം അകത്തോട്ട് പോകുന്നില്ല. ഈ പാറ കണ്ടോ? ഇവിടെയൊക്കെ ഈ കൺസ്ട്രക്ഷൻ ആര് ചെയ്തോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കൊരു വലിയ സല്യൂട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ ഗവൺമെൻറ് ബോഡി അന്ന് ആര് ഭരിച്ചോ, ആര് അധികാരത്തിരുന്നോ അവർ ചെയ്തത്. അവർക്കൊരുപാട് കടപ്പാട് അറിയിക്കുന്നു. ആ കാണുന്ന മൊട്ടക്കുന്ന്, അതേ ഈ ഭാഗമാണ് ഈ യാത്രയിലെ ഏറ്റവും അപകടം പിടിച്ച ഭാഗം. ഇവിടെയാണ് ഏറ്റവും കുത്ത് കയറ്റമുള്ളത്. ബൈക്കുകാരൊക്കെ ഭയങ്കര കഷ്ടപ്പാട്ടാണ് കയറി വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തലമാലി ഭാഗം, ഇവിടുത്തെ വെള്ളച്ചാട്ടം കണ്ടു. കൂടുതൽ കാഴ്ചകൾ ഇനി അധികമൊന്നുമില്ല. മേളിലോട്ട് ഈ വഴി നമുക്ക് മാങ്കുളം പോകാം, പീച്ചാട് കൂടി അവിടുത്തെ കാഴ്ചകളും കാണാം. ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ മൂന്നാർ, കല്ലാറും നമുക്ക് പോകാൻ പറ്റും. നല്ല പരിചയമുള്ളവർ മാത്രമേ വണ്ടിയും കൊണ്ട് ഇതിലൂടെ കയറി വരാവുള്ളൂ. കാഴ്ചകൾ ആസ്വദിക്കുക. ഇവിടെ ഈറ്റക്കാടുണ്ട്, നല്ല കാഴ്ചകൾ. ഇസ്മി അജയ് സൈനിങ് ഓഫ് ഫ്രം എക്സ്പ്ലോർ ആൻഡ് എലിവേറ്റ്. കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക, സാഹസത്തിന് മുതിരായിരിക്കുക. എൻ്റെ ചാനൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് വളരെ കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കൂട്ടിത്തരുമെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ ആഗ്രഹവും. താങ്ക് യു. സൈനിങ് ഓഫ്.